കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റിസലിങ്ങിനകത്ത് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരെക്കുറിച്ച് പറഞ്ഞായിരുന്നു. അതായത് നമ്മളൊരു ഹീറോ സൈഡിൽ കാണുന്ന ആൾക്കാരെക്കുറിച്ച്. ഇത്തവണ പറയാൻ പോകുന്നത് വില്ലൻ സൈഡിൽ കാണാൻ കഴിയുന്ന ആൾക്കാരെക്കുറിച്ചാണ്. അതായത് റിസലിംഗ് നടക്കുന്ന സമയങ്ങളിൽ അവർ തോൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ബിഗ് ഷോ എന്ന് പറയുന്നത്. ഭീമാകരമായിട്ടുള്ള സൈസുള്ള എതിരാളികളെ ഒറ്റയടിക്ക് നിലംപരിശാക്കുന്ന ബിഗ് ഷോ പലപ്പോഴും നമ്മൾ തോൽക്കണമെന്ന് ആഗ്രഹിച്ച ഒരു പ്ലെയറാണ്. അതുപോലെയാണ് മാർക്ക് ഹെൻറി എന്ന് പറയുന്നത്. ഈ പറഞ്ഞ കണക്ക് പ്ലെയർ ആയിരുന്നു ഈ മാർക്ക് ഹെൻറി എന്ന് പറയുന്നത്. മാർക്ക് ഹെൻറി ഒന്നും തോക്കുന്ന ഒരു ഗെയിം പോലും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജോൺ സീനയും റെയ് മിസ്റ്റീരിയോയൊക്കെ മാർക്ക് ഹെൻറി വളരെ പെട്ടെന്ന് തോൽപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ മാർക്ക് ഹെൻറി തോക്കണമെന്ന് വളരെയേറെ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. അതുപോലെ തന്നെ വേറൊരാളാണ് ഉമേഗ എന്ന് പറയുന്നത്. ഈ ഉമേഗ എന്ന് പറയുന്നത് കഴുത്തുകൊണ്ട് അയാൾ ഈ എതിരാളിയുടെ കഴുത്തിൽ കൈ മടക്കി ഒരു അടി കൊടുക്കുന്നുണ്ട്. ആ അടിയിൽ വീഴും. അത് ഭയങ്കര ഭീമാകാരമായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. എന്ന് വെച്ചാൽ അയാളും തോക്കുന്ന ഗെയിമുകളും നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഉമേഗയോടും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ഉമേഗയെ നമ്മളൊരു വില്ലൻ സ്ഥലത്ത് കണ്ടിരുന്ന ഒരാളാണ്. അതുപോലെയാണ് കെയ്ൻ എന്ന് പറയുന്നത്. കെയ്ൻ പിന്നൊന്നും പറയണ്ട. കെയ്ൻ ആദ്യം നമ്മൾ ഈ പറഞ്ഞ കണക്കൊരു മോംബൂടിയൊക്കെ വെച്ച് വന്ന് അതിനുശേഷം മോംബൂടി മാറ്റി വന്നു. രണ്ട് സമയത്തും കെയ്ൻ ഒരു വില്ലൻ സൈഡിൽ നിന്നതാണ്. കെയ്ൻ തോക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്ലെയറാണ് ഈ പറഞ്ഞ റാൻഡി ഓട്ടൻ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരു സൂപ്പർ ഹീറോ പരിവേഷമായിരുന്നു റാൻഡി ഓട്ടൻ. അതായത് കുറേ ഫാൻസ് ഉണ്ടെങ്കിൽ കൂടി ആളൊരു വില്ലൻ സൈഡിലായിരുന്നു. ചതി അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാരോടൊപ്പം ഫ്രണ്ട്ഷിപ്പ് കൂടിയിട്ട് പല സുപ്രധാന സന്ദർഭങ്ങൾ അവരെ ചതിക്കുന്ന ഒരു സ്വഭാവം ഈ റാൻഡി ഓട്ടൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് റാൻഡി ഓട്ടനെ പൊതുവേ ഇഷ്ടമല്ലായിരുന്നു. പിന്നാണ് നമ്മൾ ഏറ്റവും വലിയ വില്ലനായിട്ട് കണ്ടിരുന്ന ആളാണ് എഡ്ജ് എന്ന് പറയുന്നത്. എഡ്ജ് എന്ന് പറയുന്നത് ഒരു സ്ലിം ശരീരമൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ കൂടി ആൾ പല ഭീമാകാരമായിട്ടുള്ള ആൾക്കാരെയും വളരെ ചതിയിലൂടെ തോൽപ്പിക്കുന്ന ഒരു പ്ലെയറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എഡ്ജിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. കാര്യം നമ്മുടെ ഹീറോസ് പലപ്പോഴും ഈ ചതി പ്രയോഗിക്കാത്ത ആൾക്കാരാണ്. ജോൺ സീന, റെയ് മിസ്റ്റീരിയോ പോലുള്ള ആൾക്കാർ. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരെ ചതിയിലൂടെ തോൽപ്പിക്കുന്ന ഒരു പ്ലെയറായിരുന്നു ഈ എഡ്ജ്, റാൻഡി